ഹലോ ഫ്രണ്ട്സ്, ഇത് ബീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ നല്ലൊരു കപ്പയും കൊണ്ട് ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പയും കൂട്ടി നമ്മൾ നല്ലപോലെ ഇറച്ചിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഈ കപ്പ, പച്ചക്കപ്പ തന്നെ, നമ്മൾ ഈ കട്ടില്ലാത്ത കപ്പ ഉണങ്ങി ഉണങ്ങുന്നതല്ല, അല്ലാതെ തന്നെ നമ്മൾ പച്ചയ്ക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് ഉണങ്ങി നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 2 പുട്ടിനുള്ള അത്രയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, പുട്ടുപൊടിയുടെ അളവിന് ഒരു ചെറിയ തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. തീരെ അങ്ങ് നൈസായി പോകണ്ട. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത്ര പുട്ടുപൊടിയും കൂടിയും കൂട്ടിയിട്ട് വേണം മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ടിന് കുഴച്ചെടുക്കാൻ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഏത് മീറ്റാണ് ഉള്ളത് അത് എടുക്കാം. നമ്മൾ കുറച്ച് ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ബീഫ് ഒന്ന് ഇത്തിരി മസാല ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ വേണം നമ്മൾ മസാല ചേർത്ത് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബീഫ് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. നമ്മൾ അതിന് വേണ്ടി ഒരുപാട് മസാലയൊന്നും വേണ്ട. കുറച്ച് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇതും കൂടി ഇട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇറച്ചിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്താണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഗ്യാസിൽ ഇത്തിരി ഉള്ളിയൊക്കെ മൂപ്പിച്ചൊന്ന് മസാല ഇട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം. ഇറച്ചിയൊക്കെ നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ മതിയാകും. നമ്മൾ ഒരുപാട് അങ്ങ് തീരെ പൊടിയായിട്ട് പോകണ്ട, ഇത്തിരി ഒരു നൂല് പോലെ കിടക്കുന്ന പരുവത്തിൽ മതിയാകും. അപ്പം നമുക്കിനി ഒരു കടയിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി നമ്മൾ കുറച്ച് ഒരു ചെറിയ സവാള നല്ലതുപോലെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ചെറിയ പച്ചമുളകാണ്, അത് അധികം എരിയില്ലാത്തതാണ്. അത് ഞാൻ നല്ലപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്നും നല്ലതുപോലെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് ആദ്യം തന്നെ ഗ്യാസിൽ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കടയിൽ നമ്മൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്നിച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ഇതുകൊണ്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഒന്ന് നമുക്ക് സ്ലോ ആക്കാം. ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുട്ടിനല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാടൊന്നും മസാല വേണ്ട. ഒരു 1/4 സ്പൂൺ മുളക് പൊടി മതിയാകും. ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നോക്കണം. നമ്മൾ കൂടുതലാണോ ഉണ്ടാക്കുന്നതെങ്കിൽ കൂടുതൽ ഇട്ടാണ്ടണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളൊരു 2 പുട്ടിൻ്റെ അളവിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇത്തിരി മസാല കൂടുതൽ ചേർക്കണം. ഇനി ഒരു നുള്ള് ഗരം മസാല, നമുക്ക് ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് ഗരം മസാല ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇനി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഈ ഇറച്ചി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, നമ്മളിപ്പോൾ ഇറച്ചി വേവിപ്പിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു വേവിച്ച്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇടരുത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം. ഇപ്പോൾ ഇറച്ചിക്കകത്ത് നമ്മുടെ അതുകൊണ്ട് ഇട്ട മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മളൊരു 2 സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് ഒരുപാട് സമയം ഗ്യാസ് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓഫാക്കി വെക്കാം. ആ സമയത്തിന് നമുക്ക് കപ്പപ്പൊടി ഒന്ന് നനച്ചെടുക്കാം. ഇത് നമ്മളിപ്പോൾ ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മൾ കപ്പപ്പൊടിയുടെ കൂട്ടത്തിൽ ഇത് 2 കപ്പ് കപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കപ്പപ്പൊടി തന്നെയാണെങ്കിൽ കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുഴഞ്ഞ് പെട്ടെന്ന് പോകും. അതുകൊണ്ടാണ് നമ്മൾ അരിപ്പൊടിയും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങ ചേർക്കാം.
എങ്കിലായിരിക്കും പുട്ടിനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങയും കൂടെ ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പം വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് തളിച്ച് കൊടുത്തിട്ട് വേണം വെള്ളം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി. കുഴഞ്ഞു പോകാതെ നല്ലതുപോലെ പുട്ടിൻ്റെ പരുവത്തിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഈ തേങ്ങയും ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. കപ്പപ്പൊടി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കപ്പപ്പൊടിക്ക് പെട്ടെന്ന് കുഴച്ചിൽ വരും. ഇനി നമ്മൾ വെള്ളം കുറേശ്ശെ കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് തളിച്ച് കൊടുത്ത് പുട്ടിൻ്റെ പാകത്തിൽ നമുക്കിത് കുഴച്ച് നല്ലതുപോലെ ഒന്ന് എടുക്കാം. ഇപ്പം പുട്ടുപൊടി നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളം തളിച്ചത് പുട്ട് നനച്ചതുകൊണ്ടാണ് ഇങ്ങനെ നല്ലതുപോലെ നനച്ച് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പുട്ടുപൊടി എടുത്തൊന്ന് പിടിച്ച് ഇങ്ങനെ നോക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ കണക്കായിരിക്കും. നനയാതിരുന്നെങ്കിൽ നമുക്ക് പുട്ടുപൊടി അകത്ത് കുത്തി ഇടുമ്പോഴും പൊടിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇപ്പം പുട്ടുപൊടി നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കുറച്ച് പുട്ടുപൊടി ഞാൻ ഇത് കുറ്റിക്കകത്ത് ഉണ്ടാക്കുന്നതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇറച്ചി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒന്ന് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി നമ്മൾ മിക്സ് ഉണ്ടാക്കിയത് ഒരുപാട് ചൂടോടെ ഇടല്ലേ, ഇത്തിരി ഒന്ന് തടുത്തിട്ട് വേണം ഇടാൻ. നമുക്കിതൊന്ന് നല്ലതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കപ്പ ഇറച്ചിയൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇനി കപ്പപ്പൊടി ഇല്ലാത്ത ആരും വിഷമിക്കേണ്ട. പുട്ടുപൊടിയും കൊണ്ട് തന്നെയാണെങ്കിൽ നമുക്കിതുപോലെ ഇറച്ചി റെഡിയാക്കി എടുത്ത് പുട്ടുണ്ടാക്കാം. നമുക്ക് മേളിലും കൂടി ഇത്തിരി തേങ്ങ വെച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു പുട്ടിൻ്റെ കുടം ആവി കയറാനോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം വന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴായിരിക്കും പുട്ട് റെഡിയാവുന്നത്. നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. അപ്പം പുട്ട് നമ്മളിപ്പോൾ ആവി വന്നിട്ട് ഒരു 5 മിനിറ്റ് സ്ലോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുട്ട് നല്ലതുപോലെ റെഡിയായി കാണും. അപ്പം നമുക്കിത് എടുക്കാം. നമുക്കൊരു വാഴയിലയിലോട്ട് എടുക്കാം. അപ്പോൾ പുട്ട് നല്ല ഒരു ചൂട് പുട്ട് വാഴയിലോട്ട് എടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ബാക്കിയുള്ള ഒരു പുട്ടിനും കൂടെ ഉള്ള മാവുണ്ട്, നമുക്കതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ കപ്പയും കൊണ്ടുള്ള ഇറച്ചിപ്പുട്ട് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കാണ് കൂടുതലായിട്ട് ഇറച്ചി ഇട്ടിരിക്കുന്നത്. ഇടയ്ക്ക് 2-3 പീസായിട്ട് ഇടേണ്ടവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ കൂടത്തിൽ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ ഇറച്ചിപ്പുട്ടും കട്ടനും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കപ്പപ്പൊടി ഇല്ലാത്തവർ അരിപ്പൊടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഇതുപോലെ തന്നെ സെയിം ആയിട്ട്. പിന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വേറൊരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെയും വരാം.